വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലണ്ടുമായിട്ടുള്ള T20 പരമ്പരയിലെ 5 മത്സരങ്ങളിൽ ആദ്യ മത്സരം മഴ മൂലം തടസ്സപ്പെടുകയും ബാക്കി 3 മത്സരങ്ങളിൽ ഇന്ത്യ പരാജയപ്പെടുകയും ചെയ്തു നിൽക്കുന്നു. ഇനി അവസാന മത്സരത്തിലെങ്കിലും വിജയിച്ച് മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ടീം ഇന്ത്യ. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ടീമുമായി എങ്ങനെയാണ് ഇന്ത്യ ജയിക്കാൻ പോകുന്നത് എന്നാണ് ക്രിക്കറ്റ് ആരാധകർ ചോദിക്കുന്നത്. പുതിയ ക്യാപ്റ്റന്റെ കീഴിൽ പുതിയ ടീമുമായി ഇറങ്ങിയ ഇന്ത്യക്ക് അയർലൻഡുമായി 2-0 പരമ്പര നഷ്ടപ്പെട്ടു. ഇംഗ്ലണ്ടുമായുള്ള ഈ പരമ്പരയും നിലവിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി ഒരു ആശ്വാസ ജയം മാത്രമാണ് ഇന്ത്യയുടെ ലക്ഷ്യം. പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള കളിക്കാരെ കൊണ്ട് എങ്ങനെയാണ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ വിജയിക്കാൻ പോകുന്നത്? തിലക് വർമ്മ, ഹർഷിത് റാണ, വാഷിംഗ്ടൺ സുന്ദർ, പ്രസിദ്ധ് കൃഷ്ണ, ഈ 4 കളിക്കാരെയും ഒരു നിലക്കും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല ക്രിക്കറ്റ് ആരാധകർ. അത്രയും മോശം പ്രകടനമാണ് അയർലൻഡ്, ഇംഗ്ലണ്ട് ഈ 2 പരമ്പരയിലും ഈ കളിക്കാർ കാഴ്ചവെച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ചാണ് മുൻകഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്താതെ കളിക്കാൻ അർഹതപ്പെട്ടവരെ തടഞ്ഞു വെക്കുന്ന കാഴ്ചയാണ് ഇന്ത്യൻ ടീം സെലക്ഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന്. അത് അവസാന മത്സരത്തിലും ആവർത്തിച്ചാൽ ഇന്ത്യയുടെ റിസൾട്ട് പരാജയത്തിനപ്പുറം മറ്റൊന്നായിരിക്കില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. സിംബാബ്വെക്കെതിരെയുള്ള ടീം സ്ക്വാഡും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൽ നിന്നും സഞ്ജു സാംസനെ തഴയപ്പെട്ടിരിക്കുന്നു. സഞ്ജു സാംസന്റെ കാര്യം നമുക്ക് മാറ്റി നിർത്താം. ഇപ്പോൾ നിലവിൽ തിരഞ്ഞെടുത്തിട്ടുള്ള ഈ സ്ക്വാഡിനേക്കാൾ എത്രയോ കഴിവും പ്രാപ്തിയുമുള്ള മറ്റു കളിക്കാർ പുറത്തു നിൽക്കുന്നുണ്ട്. ഇടം കയ്യൻ ബാറ്ററായ തിലക് വർമ്മയെ തന്നെ കൊണ്ടു നടക്കണമെന്ന് ആർക്കാണിത്ര നിർബന്ധം? പണ്ടെങ്ങോ ഏഷ്യൻ കപ്പിൽ ഒരു ഇന്നിങ്സ് കളിച്ചതിൻ്റെ പേരിലാണ് ഇപ്പോഴും കൊണ്ടു നടക്കുന്നത് തിലക് വർമ്മയെ. അതിനപ്പുറം എന്താണ് അയാൾ ചെയ്തിട്ടുള്ളത്? എന്നാൽ അതിനേക്കാൾ അത്യുജ്വല പ്രകടനം വേൾഡ് കപ്പിൽ കാഴ്ചവെച്ച് ഒരൊറ്റയാൾ പോരാട്ടത്തിലൂടെ ടീം ഇന്ത്യയെ ലോക ചാമ്പ്യന്മാരാക്കിയ സഞ്ജു സാംസന് അവസരം കൊടുത്തത് വെറും 3 ഇന്നിങ്സ് മാത്രം. അതുകൊണ്ടാണ് പറഞ്ഞത്, സഞ്ജു സാംസനോട് നിലവിൽ കാണിക്കുന്ന അനീതി നമ്മൾ പലതവണ കണ്ടു കഴിഞ്ഞു, കണ്ടതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞും കഴിഞ്ഞു. അപ്പോൾ സഞ്ജു സാംസന്റെ കാര്യം നമുക്ക് മാറ്റി നിർത്താം. മറ്റു എത്ര യുവതാരങ്ങളുണ്ട്. RCBക്ക് കപ്പ് നേടിക്കൊടുത്ത രജത് പടിതറുണ്ട്. തിലക് വർമ്മയുടെ പൊസിഷനിൽ തിലക് വർമ്മയേക്കാൾ വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ബാറ്ററാണ് രജത് പടിതർ. എന്തേ അയാൾക്ക് അവസരം കൊടുക്കാത്തത്? CSKയുടെ ആയുഷ് മാത്രയുണ്ട് യുവതാരങ്ങളിൽ. എന്തേ ആയുഷ് മാത്രയ്ക്ക് T20യിൽ അവസരം നൽകാത്തത്? മറ്റൊരു താരം കാർത്തിക് ശർമ്മയുണ്ട് വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ട്. എന്തേ അയാളെ പരിഗണിക്കാത്തത്? സത്യത്തിൽ ഇപ്പോൾ ഇന്ത്യൻ ടീമിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണെന്നുള്ളതിലേക്കൊരു സൂചന ഞാൻ നൽകാം. ബാക്കി നിങ്ങൾക്കറിയുമെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തിയാൽ മതി. കളിക്കുന്ന കാലത്ത് ഇന്ത്യയെ ഒട്ടനവധി മത്സരങ്ങൾ പരാജയപ്പെടുത്തിയ താരമാണ്. അന്ന് കളത്തിലിറങ്ങി ഇന്ത്യയെ പരാജയപ്പെടുത്തി, ഇന്ന് കളത്തിന് പുറത്തിരുന്ന് ഇന്ത്യയെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. ആളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇത്തരത്തിൽ ഇന്ത്യൻ ടീമിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് വീണ്ടും ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്, ഇന്ത്യൻ ടീം വിജയിച്ച് ലോക ചാമ്പ്യന്മാരായി മുന്നേറിയ ഉന്നതിയിൽ നിന്നൊരു ടീം ഇത്രയും വലിയ താഴ്ചയിലേക്ക് വീഴുമ്പോൾ നമ്മളെപ്പോലത്തെ ആളുകൾക്ക് അതിനെക്കുറിച്ചുള്ള വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയേണ്ടി വരുന്നത്. വേൾഡ് ചാമ്പ്യന്മാരെന്ന ഖ്യാതി നേടിയിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് ആർക്കും തോൽപ്പിക്കാമെന്ന ടീമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ടീം ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ മനസ്സൊന്ന് പിടയുന്നുണ്ട് എല്ലാ ക്രിക്കറ്റ് ആരാധകരുടെയും. എന്തായാലും ഒരു ആശ്വാസ ജയം ഇന്ത്യക്ക് അനിവാര്യമാണ്. ആ ആശ്വാസ ജയം ഇന്ത്യക്ക് സാധ്യമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.